Hey guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആവിയിൽ വെച്ചിട്ട് സ്റ്റീംഡ് ക്യാരറ്റ് പുഡിംഗ് ആണ്. ആവിയിൽ വെച്ച് വേവിച്ചെടുത്ത ക്യാരറ്റ് പുഡിംഗ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പുഡിംഗ്, നമ്മുടെ ക്യാരറ്റ് റെസിപ്പീസ് അല്ലേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഈ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ പരീക്ഷണത്തിലായിരുന്നു. ഇപ്പോഴാണ് സെറ്റായത് റെസിപ്പി, ആ ഒരു കോമ്പിനേഷനൊക്കെ. ഇതിൽ ബേക്കിംഗ് പൗഡർ ഇല്ല, ബേക്കിംഗ് സോഡ ഇല്ല, മൈദയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ക്യാരറ്റ്, മുട്ട, പാല്, പഞ്ചസാര, കുറച്ച് വാനില എസൻസ്, ഇത്രയും മതി. അപ്പം ഞാൻ ക്യാരറ്റ് ഒരു 4 ചെറിയ ക്യാരറ്റായിരുന്നു. അത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് ഒറ്റ ട്രിപ്പിൽ നമുക്ക് മിക്സിയിൽ എല്ലാം കൂടെ ഇട്ടിട്ട്, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലിട്ടിട്ട് ഒറ്റ ട്രിപ്പിന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റിനെ നന്നായിട്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിൽ അരച്ചെടുക്കാനാണെങ്കിൽ 1/2 ലിറ്റർ, കുറച്ച് 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഏകദേശം 500 ഗ്രാം, അതായത് 1/2 കിലോ പഞ്ചസാരയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെഷീനിൽ വെച്ചിട്ട്, വെയിങ് സ്കെയിലിൽ വെച്ചിട്ട് അളന്ന് വെച്ചതാണ്. അപ്പം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്, ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, 2-3 കാര്യങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്തു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ക്ലിപ്പ് കാണാനില്ല. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട, 3 മുട്ടയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതും മിക്സിയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി, എല്ലാം കൂടി ഒറ്റ ട്രിപ്പ്. വലിയ പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്തിയാണ്. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്ത് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീമറിൽ ആവി കയറ്റി എടുക്കാം, അല്ലെങ്കിൽ ഒരു പരന്ന പ്ലേറ്റിൽ, വലിയ പാത്രം വെച്ചിട്ട് ഒരു പരന്ന പ്ലേറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവി കയറ്റി എടുക്കാം. അപ്പം ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച ശേഷം ഞാൻ കേക്ക് ടീനിലാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. അപ്പം ഒരു ഫോയിൽ കൊണ്ട് മറിച്ചിട്ട് അതിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോയിൽ കൊണ്ട് അടപ്പ് മൂടിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 45 മിനിറ്റ് നമുക്ക് ആവി കയറ്റി എടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീമറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇഡ്ഡലി മാതിരി നമുക്ക് പുഡിംഗ് ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ കേക്ക് ടീനിലാണ് എടുത്തത്. എൻ്റെ കയ്യിൽ ആ ഒരു പാത്രം ഈ ഒരു സ്റ്റീമറിൽ കൊള്ളുന്നുള്ളൂ, അതുകൊണ്ട് അപ്പോൾ കൊള്ളുന്ന പാത്രം നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം 45 മിനിറ്റിന് ശേഷം ദാ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, ഭയങ്കര ജിഗ്ലിയാണ് കണ്ടോ. ഇനി ഞാൻ ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ട് ഇന്ന് രാവിലെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നൈറ്റ് ഫുൾ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് വരും. നമുക്ക് ആവശ്യമുള്ളത് കോരിയെടുക്കുക, കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി പുഡിങ്ങാണ്, ഭയങ്കര സോഫ്റ്റ് പുഡിങ്ങാണ്. ഞാൻ പറഞ്ഞില്ലേ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വാനില എസൻസ് മസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.